ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞായിരുന്നു നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ എല്ലാം ഒന്നിച്ച് നോക്കാമെന്ന്. അപ്പൊ ഞാനത് സ്ക്രിപ്റ്റൊക്കെ ഒന്ന് എഴുതി നോക്കിയപ്പോൾ അതിന് ഭയങ്കര ലെങ്ത് ആവുന്നത് പോലെ എനിക്ക് തോന്നി. സോ ഇന്ന് നമ്മൾ ടെൻസസ് ഒന്ന് കവർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടാതെ പോകുന്നതിൻ്റെ കാരണം എന്താണ്? അതിന്റെ കാരണം നമ്മളല്ല കേട്ടോ, അത് തന്നെ നിങ്ങൾ കേൾക്കുക. കാര്യം നമ്മൾ ബാക്കി ഒരു പക്ഷേ നമുക്ക് മലയാളം തമിഴ്, ഹിന്ദി ഇതൊക്കെ സംസാരിക്കാൻ പറ്റും. പക്ഷെ മലയാളത്തിൽ ഇംഗ്ലീഷിലോട്ട് എത്തുമ്പോൾ അത് നമുക്ക് പറ്റുന്നില്ലാത്തതിന്റെ കാരണം നമ്മൾ കുഞ്ഞുനാൾ മുതലേ ഇംഗ്ലീഷിനോടുള്ളൊരു പേടി, ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ അയ്യോ എന്നുള്ളൊരു അതൊക്കെ അല്ലാണ്ട് നമ്മളല്ല അതിന്റെ കാരണം. അപ്പോൾ നമുക്കിനി ഇംഗ്ലീഷിനെ പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. അപ്പൊ നമ്മൾ ഇന്ന് അതുകൊണ്ട് തന്നെ ടെൻസസ് മൊത്തമായിട്ടും ഇന്ന് കവർ ചെയ്യുകയാണ്. നമ്മുടെ ടെൻസസ് അറിയണം, നമുക്ക് സംസാരിക്കണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിഫോർ ദാറ്റ് ഇംഗ്ലീഷ് അറിയണമെങ്കിൽ ടെൻസസ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ചിൽ 8 എണ്ണം ഉണ്ടെന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചതുമാണ്. പക്ഷേ ഈ 8ഉം ഇപ്പോൾ അത്ര അത്യാവശ്യപ്പെട്ട കാര്യമല്ല. നമ്മളൊക്കെ ഒരു ബിഗിനർ ആണ് എങ്കിലും സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് 8 എണ്ണവും നമുക്ക് പഠിക്കേണ്ട. നമ്മൾ നൗൺ എന്താണെന്ന് അറിയണം, വേർബ് എന്താണെന്ന് അറിയണം, അഡ്ജക്റ്റീവ് എന്താണ്, ആഡ്വേർബ് എന്താണ്. ഈ 4 എണ്ണമൊന്നും അതിനിടയ്ക്ക് പ്രിപ്പോസിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് കൃത്യമായിട്ടും അറിയണം. നൗൺ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറയുകയാണ് എങ്കിൽ ദ പെൻ, പെന്ന് ഒരു നൗണാണ്. ഈ പെന്ന് ഉപയോഗിച്ച് ഞാൻ എഴുതുന്നത്, റൈറ്റ് എന്ന് പറയുന്നത് വേർബാണ്. ഈ പെന്നിന്റെ കളറ് ബ്ലൂ എന്നുള്ളത് എന്താണ്? പെന്നിന്റെ കളറാണ്. അപ്പൊ അത് അഡ്ജക്റ്റീവ് ആണ്. നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ്. അപ്പൊ ഈ പെന്നിന്റെ കളർ ബ്ലൂ ആയതുകൊണ്ട് ഈ പെന്നിനെയാണ് നമ്മൾ പറയുന്നത്, അത് അഡ്ജക്റ്റീവ് ആണ്. ഇനി ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് വേഗത്തിലാണ് എഴുതുന്നത്, ക്വിക്ക്ലി എന്നുള്ളത് ആഡ്വേർബ് ആണ്. ക്ലിയർ ആയല്ലോ? ഡോഗ് എന്നുള്ളത് എന്താണ്? നൗൺ ആണ്. ബാർക്ക് എന്നുള്ളത് കുരയ്ക്കുക, നൗൺ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, അതെന്താണ്? വേർബാണ്. ഇനി ആ ഡോഗ് ബ്ലാക്ക് കളറുള്ള ഡോഗാണ്, അതെന്താണ്? അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ ക്ലിയർ ആയല്ലോ? നൗണ് എന്ന് പറയുന്നത് പേരുകള്, വേർബ് എന്ന് പറയുന്നത് പ്രവൃത്തി, അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ആഡ്വേർബ് എന്ന് പറയുന്നത് വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഒരു സെന്റൻസ് സ്ട്രക്ചർ നമ്മൾ എഴുതേണ്ടത്? അതിന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സബ്ജക്റ്റും വേർബും വേണം. സബ്ജക്റ്റ് വേണം, വേർബും വേണം. ഇപ്പോ നമ്മൾക്കൊക്കെ തെറ്റുന്നതിന്റെ ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ ഒരു സെന്റൻസ് എടുക്കുകയാണ്, മലയാളത്തിലാണെങ്കിൽ നമ്മൾ പറയും ഞാൻ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ്, പ്രഭാത ഭക്ഷണം അല്ലെ, ഞാൻ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. പക്ഷികൾ പറക്കുന്നു, പക്ഷികൾ പറക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 2 സെന്റൻസ് ശ്രദ്ധിക്കൂ. ഞാൻ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടെന്നാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞത്. ഞാൻ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് എന്ന്. പക്ഷെ നമ്മളിത് ഇംഗ്ലീഷിൽ നമുക്ക് സംസാരിക്കണമെങ്കിൽ എങ്ങനെ സംസാരിക്കണമെന്ന് നിങ്ങൾ ഈ സ്ക്രീനിൽ ശ്രദ്ധിക്കൂ. ഞാൻ കഴിക്കാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസവും എന്നായിട്ട് മാറും. ഇവിടെയാണ് നമുക്ക് എപ്പോഴും ഇംഗ്ലീഷ് തെറ്റിപ്പോകുന്നതിന്റെ കാര്യം. എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞ മലയാളം ഞാനത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കഴിക്കാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്നായി മാറും, എല്ലാ ദിവസവും എന്നായിട്ട് മാറും. മലയാള സെന്റൻസും ഇംഗ്ലീഷ് സെന്റൻസും തമ്മിലുള്ള മാറുന്നതിന്റെ പ്രശ്നം ഇതാണ്. ഇംഗ്ലീഷ് സെന്റൻസിന്റെ സ്ട്രക്ചറായിട്ട് ഞാൻ പറഞ്ഞത് സബ്ജക്റ്റും വേർബുമാണ്. സബ്ജക്റ്റ് കഴിഞ്ഞ പടിയ വേർബ് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ മലയാളം സെന്റൻസിൽ അങ്ങനെയല്ല. സബ്ജക്റ്റ് ആദ്യം കൊടുക്കും, പക്ഷേ വേർബ് കിടക്കുന്നത് ഏറ്റവും അവസാനവുമായിട്ടായിരിക്കും. അവിടെയാണ് നമുക്ക് വ്യത്യാസം വരുന്നത്. ഞാൻ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടെന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഞാൻ കഴിക്കാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസവും ഇൻ ഇംഗ്ലീഷ് അങ്ങനെയായിട്ട് മാറും. അപ്പൊ ഞാൻ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടെന്ന് നമുക്ക് എങ്ങനെയാണ് ഇൻ ഇംഗ്ലീഷിൽ പറയാ? നിങ്ങളത് മലയാളത്തിൽ എഴുതി വെക്കുക, എന്നിട്ട് പറയാം ഞാൻ ഐ. ഇനി നമുക്ക് വേർബ് വേണം. വേർബ് നമ്മൾ എന്തെടുക്കണം? ഈറ്റ് ആണ്, കഴിക്കുക. ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവരി ഡേ. ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവരി ഡേ. എല്ലാ ദിവസവും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്.
അപ്പൊ നമ്മൾ ഇവിടെ ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അല്ലെ. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു നിയമവും കൂടിയുണ്ട്. നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ അതിൻ്റെ കൂടെ വേർബിന് ഒരു എസ് ആഡ് ചെയ്യണം എന്നൊരു നിയമമുണ്ട്. അപ്പോൾ ബിഫോർ ദാറ്റ് ഞാൻ ചോദിക്കട്ടെ, എന്തൊക്കെയാണ് നമ്മുടെ സബ്ജക്റ്റ്? ഐ, ഞാൻ, യു, വി, ദേ, അവർ, ഹി, ഷീ, ഇറ്റ്. ഇതൊക്കെയാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്താണ് സിംഗുലർ സബ്ജക്റ്റ്? സബ്ജക്റ്റ് ഒരാൾ മാത്രമാണ് എങ്കിൽ ഈ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന് നമുക്ക് ഇംഗ്ലീഷ് സെന്റൻസ് വരണമെങ്കിൽ അവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ എസ് ആഡ് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണ്. യെസ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഐ ഈറ്റ് എന്നല്ലേ ഞാൻ പറഞ്ഞത്, അപ്പൊ ഐ ഈറ്റ്സ് എന്ന് വേണ്ടേ എന്ന്. ഐനെ നമ്മളിവിടെ സിംഗുലർ ആയിട്ട് കണക്ക് കൂട്ടുന്നില്ല. അപ്പോൾ നമ്മൾ അതിന് നിയമങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ അറിയണ്ട. ഐ സിംഗുലർ അല്ല എന്ന് മനസ്സിൽ കരുതി വെക്കുക. അപ്പൊ ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവരി ഡേ എന്നായി. ഇനി അവൾ എല്ലാ ദിവസവും കഴിക്കാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് എങ്കിൽ നമ്മൾ എങ്ങനെ പറയണം? ഷീ ആണ്, അവൾ ഒരാളേ ഉള്ളൂ. ഷീ ഈറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് എവരി ഡേ എന്നായിട്ട് മാറണം. ഇനി അവര് എല്ലാ ദിവസവും കഴിക്കാറുണ്ടെന്നാണെങ്കിലോ ദേ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവരി ഡേ. കാരണം ദേ എന്ന് പറയുന്നത് കുറെ പേരുണ്ട്, അവിടെ നമുക്ക് യെസ് വേണ്ട. അപ്പോ ഇത് എത്ര പഠിച്ചിട്ടും മനസ്സിലാകാത്തവരുണ്ട്. അവർക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈറ്റ് എന്ന് പറയുന്ന ഒരു വേർബ് തന്നെ ഇപ്പൊ എടുക്കുകയാണ് എങ്കിൽ നമുക്ക് പറയാം അത് ഡൂവും ഡെസ്സും ചേർത്ത് പറയാൻ കഴിയും. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഓക്സിലറിയാണ് ഡൂവും ഡെസ്സും. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യങ്ങളിലെ അങ്ങനത്തെ സെന്റൻസുകൾക്ക് നെഗറ്റീവ് ആക്കാനും ക്വസ്റ്റ്യൻ ആക്കാനും ഈ ഡൂവും ഡെസ്സും നമുക്ക് വേണം. അപ്പൊ ഈറ്റ് എന്ന് പറയുന്ന വേർബ് ഡു ഈറ്റുമുണ്ട്, ഡസ് ഈറ്റുമുണ്ട്. എന്തുണ്ട്? ഡു ഈറ്റുമുണ്ട്, ഡസ് ഈറ്റുമുണ്ട്. അപ്പൊ ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഡൂവും ഡസും ഏതൊക്കെ സബ്ജക്റ്റിന്റെ കൂടെയാണ്? ഡസ് നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ. അപ്പൊ ഞാൻ എന്താണ് ഓൾറെഡി സിംഗുലർ സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അവരുടെ കൂടെയാണ് നമ്മൾ ഡസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഷീ ഡസ് ഈറ്റ്സ് എന്ന് പിന്നെയില്ല, അത് ഞാൻ പറഞ്ഞു. ഡു ഈറ്റ് എന്നും ഡസ് ഈറ്റ്സ് എന്നില്ല, ഡസ് ഈറ്റ് എന്നും തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഷീ ഡസ് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവരി ഡേ. നോക്കൂ, ഷീ ഡസ് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവരി ഡേ. ഐ ഡു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവരി ഡേ. രാജു ആൻഡ് രാധ do eat breakfast every day. Raju does eat breakfast every day. അപ്പോൾ ഇനി എന്തിനു നമ്മളിവിടെ ഡസ് ചേർത്തു നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ രാജു ആൻഡ് രാധ ഈറ്റ് എന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ രാജു ഈറ്റ്സ് എന്ന് പറഞ്ഞാൽ പോരെ എന്ന് നിങ്ങൾ ചിന്തിക്കും. രണ്ട് സെന്റൻസുകൾക്കും തമ്മിൽ വ്യത്യാസമില്ല. നമ്മൾ ഈ ഡസ് ചേർത്തപ്പോൾ അതിനൊരു ഉറപ്പ് കൊടുത്തു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് എങ്ങനെ നെഗറ്റീവ് ആക്കാം, ഈ സെന്റൻസിനെ നെഗറ്റീവ് എങ്ങനെയാക്കാം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നോക്കൂ, ഐ ഡു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് എന്നാണ് അർത്ഥം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല എന്ന് പറയണമെങ്കിൽ ഈ ഡു നോട്ട് കൊടുത്താൽ മതി. ഐ ഡു നോട്ട് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. രാജു ഡസ് നോട്ട് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഷീ ഡസ് നോട്ട് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഈ ചെയ്യാറില്ല, ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഡൂവും ഡസും സൈലന്റ് ആയിട്ട് കിടപ്പുണ്ടെന്നുള്ള ചിന്ത വേണം എപ്പോഴും. അപ്പോൾ അവിടെ നമ്മൾ സിംഗുലർ ആണ് എങ്കിൽ എസ് കൊടുത്തു എന്നുള്ള ചിന്ത വേണം. ഇനി എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കുക, നമ്മൾ ഇതിൻ്റെ ഇടയിൽ സിംഗുലർ ആണെങ്കിൽ ഒരു ഡു കൊടുത്തിട്ട് വേർബിന്റെ ഫസ്റ്റ് ഫോം കൊടുക്കുക. ഡസ് കൊടുത്താലും വേർബിന്റെ ഫസ്റ്റ് ഫോം തന്നെ, അതിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അതിനെ നമ്മൾ ചെയ്യാറില്ല എന്നാക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് ചേർത്ത് കൊടുത്താൽ, ഒരു നോട്ട് കൊടുത്താൽ ആ ഒരു സെന്റൻസ് ചെയ്യാറില്ല എന്നുള്ള നെഗറ്റീവ് സെന്റൻസ് ആയിട്ട് മാറും. ക്ലിയർ ആയി? ഇനി ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ആക്കണം. നീ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആവേണ്ടത്. നീ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടോ? നീ എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? യു വേണം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു
ഈ ഡൂവിനെയും ഡസിനെയും എടുത്തുകൊണ്ട് വന്ന് ആദ്യം കൊടുത്താൽ ചെയ്യാറുണ്ടോ എന്നായിട്ട് മാറും. അപ്പൊ യു ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണം? ഡു വേണം. ഡു ആദ്യം കൊടുത്തു. ഡു യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവരി ഡേ? നീ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടോ? ഡസ് ഷീ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവരി ഡേ? അവള് എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടോ? യെസ്. അപ്പോ നിങ്ങൾ ഓർക്കുക, ചെയ്യാറുണ്ട് എന്ന് പറയാൻ നമുക്ക് സബ്ജക്റ്റും വേർബിന്റെ ഫസ്റ്റ് ഫോം, സിംഗുലർ ആണെങ്കിൽ വേർബിന്റെ കൂടെ യെസ്സുമാണ് വേണ്ടത്. ചെയ്യാറില്ല എന്ന് പറയണമെങ്കിൽ സബ്ജക്റ്റും ഡു നോട്ട്, ഡസ് നോട്ട്, ഇതിലേതാണോ സബ്ജക്റ്റ് നോക്കുക. സിംഗുലർ ആണെങ്കിൽ ഡസ് നോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഡു നോട്ട് കൊടുക്കുക. വേർബിന്റെ ഫസ്റ്റ് ഫോം തന്നെ, പിന്നെ ഒരു എസ് ഇല്ല. എഗെയിൻ ചെയ്യാറുണ്ടോ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ ഈ ഡൂവോ ഡെസോ ഡിപ്പെൻഡ് ഓൺ സബ്ജക്റ്റ് ആദ്യം കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് സബ്ജക്റ്റ് കൊടുക്കുക, വേർബിന്റെ ഫസ്റ്റ് ഫോം കൊടുക്കുക. ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളിലാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവരി ഡേ. പക്ഷെ ഇപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവരി ഡേ എന്നല്ല ഞാൻ പറയേണ്ടത്. എങ്ങനെ പറയാം? ഐ ആം ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്, ഇപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയേണ്ടത് ഐ ആം ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം ഞാൻ എഴുതുവാണ്. ഐ ആം റൈറ്റിംഗ്. ഞാൻ ഇപ്പോൾ എഴുതുകയാണ്. ഷീ ഈസ് സിംഗിങ്. അവള് പാടുവാണ്. അവളിപ്പോൾ പാടുവാണ്. ദേ ആർ വാച്ചിങ് ടി വി. അവര് ടി വി കാണുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡൂവും ഡസും ഉപയോഗിച്ചിട്ടല്ല പറയേണ്ടത്. എപ്പോഴും തന്നെ നിങ്ങൾ തെറ്റിക്കുന്നതാണ്. ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ നമുക്ക് ഈസ് ആം ആറാണ് വേണ്ടത്. കാരണം ഈസ് ആം ആറിന്റെ അർത്ഥം എന്താണ്? ആണ് എന്നാണ് അർത്ഥമുള്ളത്. ആണ്. അപ്പൊ നമ്മൾ ചെയ്യുവാണ് എന്നാണ് നമ്മൾ പറയേണ്ടത്, അല്ലേ? ചെയ്യാറുണ്ട് എന്നല്ല. ചെയ്യാറുണ്ട് എന്ന് പറയണമെങ്കിൽ നമുക്ക് ഡൂവും ഡസും വേണമെന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ ചെയ്യുവാണ് എന്ന് പറയണമെങ്കിൽ അത് ഇപ്പോഴത്തെ കാര്യമാണ്. ആണ് എന്ന് വരാനുള്ള വാക്ക് നമുക്ക് ഈസാം ആറാണ്. ഞാൻ തന്നെ പറഞ്ഞില്ലേ, അവൾ പഠിക്കുവാണ്. അത് നമ്മുടെ മലയാള സെന്റൻസ് ആണ്. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതണമെങ്കിൽ എങ്ങനെ പറയണം? അവൾ ആണ് പഠിക്കുക എന്ന രീതിയിൽ വേണം നമ്മൾ ഇംഗ്ലീഷിൽ എഴുതാൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മുടെ അവസാന ഭാഗമാണ് നമുക്ക് ഇംഗ്ലീഷിൽ വരേണ്ടത്. അപ്പോൾ അവൾ ആണ് പഠിക്കുക എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇംഗ്ലീഷിൽ വരേണ്ടത്. അപ്പോൾ ആണ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈസാമാറാണ്. ആണ് എന്നുള്ള അർത്ഥത്തിൽ നമുക്കുള്ളത്. അപ്പൊ ഈസാമാർ ഉപയോഗിച്ചു. ഈസാമാർ വേർബാണോ? ഇപ്പൊ നിങ്ങൾ പലരും ചിന്തിക്കും. ഈസാമാർ ഓക്സിലറി ആണ്, ഹെൽപ്പിംഗ് വേർബാണ് ഈസാമാർ. അത് വേർബിന് തന്നെ നിന്ന് അതിനെ ഒരു അർത്ഥത്തിൽ എത്തിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യത്തിൽ ഹെൽപ്പിംഗ് വേർബ് വരും. ഇനി ചില സെന്റൻസുകളിൽ വേർബ് ഇല്ലാത്തപ്പം ഹെൽപ്പിംഗ് വേർബിനെ നമ്മൾ ആഡ് ചെയ്യും. കാര്യം എന്താ? വേർബ് ഇല്ലാതെ നമുക്ക് സെന്റൻസ് പറ്റത്തില്ല. അപ്പോൾ പഠിക്കുക എന്നേ അർത്ഥമുള്ളൂ. സ്റ്റഡി എന്ന് പറയണമെങ്കിൽ പഠിക്കുക. പക്ഷെ നമുക്ക് പറയേണ്ടത് പഠിക്കുകയാണ് എന്നാണ് നമുക്ക് പറയുന്നത്. അപ്പൊ ഈ സ്റ്റഡി എന്ന വാക്കിൽ നമുക്ക് പഠിക്കുകയാണെന്ന് അർത്ഥമില്ല. പഠിക്കുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പൊ പഠിക്കുകയാണ് എന്ന് പറയണമെങ്കിൽ ആം സ്റ്റഡിയിങ്, അല്ലെങ്കിൽ ആർ സ്റ്റഡിയിങ്, അല്ലെങ്കിൽ ഈ സ്റ്റഡിയിങ് എന്ന് വരണം. അത് ഓർത്തു വെക്കുക. എങ്ങനെ വരണം? ഞാനിപ്പോ എഴുതുകയാണ്. എഴുതുക എന്ന അർത്ഥം റൈറ്റ്. റൈറ്റിന് എഴുതുക എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. അപ്പൊ എഴുതുകയാണോ എന്ന് പറയണമെങ്കിൽ ഈസ് റൈറ്റിംഗ്, ആം റൈറ്റിംഗ്, ആർ റൈറ്റിംഗ് എന്ന് വരണം. ആർ റൈറ്റ് എന്നല്ല, ഈസ് റൈറ്റ് എന്നല്ല, ഒന്നുമല്ല വന്ന് ING ആണ് വന്നത്. ആണ് എന്നുള്ള വാക്കുണ്ട്. അപ്പൊ ഇപ്പോൾ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ എഴുതുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനത് കണ്ടിന്യൂസ് ആവാണ്. സോ ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് ഇപ്പോൾ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ ഈസാമാർ ആണെന്ന് കൊടുത്തു, വേർബ് ING കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കാര്യവും ഇപ്പോ നടക്കുകയാണെങ്കിൽ, ഇനി ഈസാമാർ ഏതൊക്കെ സബ്ജക്റ്റിന്റെ കൂടിയാണെന്നൊക്കെ നമുക്കറിയാം. സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ ഈസ് കൊടുക്കുക, ഐ ആം കൊടുക്കുക. ആരുടെ കൂടിയാണ്? ബാക്കിയുള്ളവരുടെ കൂടെ കൊടുക്കുക. ദേ ആർ, വി ആർ ഒക്കെ കൊടുക്കുക. യെസ്. അപ്പൊ ഇപ്പോൾ അങ്ങനെയാണ് എന്ന് പറയാനാണ് നമ്മൾ ഈസ. ഇനി നമ്മൾ പറയാണ് ഇപ്പൊ അങ്ങനല്ല, ഞാനിപ്പോ എഴുതുവല്ല, ഞാനിപ്പോ വീഡിയോ എടുക്കുകയാണ്. ഞാനിപ്പോ എഴുതുവല്ല,
ഇപ്പോൾ എന്ന വാക്ക് കേട്ടാലൂടെ നിങ്ങൾ മനസ്സിലാക്കുക കണ്ടിന്യൂസ് ടെൻസ് ആണ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇപ്പോൾ ഞാൻ എഴുതുവല്ല. അപ്പോ നൗ ഐ ആം നോട്ട് റൈറ്റിംഗ്. ഞാൻ എഴുതുവല്ല. ഷീ ഈസ് നോട്ട് സിംഗിങ്. അവൾ പാടുവല്ല. ദേ ആർ നോട്ട് ഈറ്റിംഗ്. അവര് കഴിക്കുകയല്ല. ദേ ആർ സ്ലീപ്പിംഗ്. അവര് ഉറങ്ങുവാണ്. ദേ ആർ നോട്ട് ഈറ്റിംഗ്. അവര് കഴിക്കുകയല്ല. പക്ഷേ ബട്ട് ദേ ആർ സ്ലീപ്പിംഗ്. അവര് ഉറങ്ങുകയാണ്. ദേ ആർ നോട്ട് ഈറ്റിംഗ്. കഴിക്കുകയല്ല. ദേ ആർ സ്ലീപ്പിംഗ്. ഉറങ്ങുകയാണ്. യെസ്, മനസ്സിലായില്ലേ? അപ്പൊ ആണ് എന്ന് എന്തെങ്കിലും ഒരു സെന്റൻസിൽ നമുക്കാണ് എന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അല്ല എന്നാണ് എങ്കിൽ അത് നെഗറ്റീവ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ. ഇനി നമുക്കത് ക്വസ്റ്റ്യൻ ആക്കണം അല്ലേ? അവൾ ഉറങ്ങുവാണോ? ഇപ്പോൾ അവൾ ഉറങ്ങുവാണോ? ആണോ? ആണ് എന്നാണ് നമ്മൾ മലയാളം പറഞ്ഞത്. ഈസാമാർ ആണോ എന്ന് ചോദിക്കാന് അതിനെ ഒന്ന് ആദ്യം കൊടുത്താൽ മതി. ഈസ് ഷീ സ്ലീപ്പിംഗ് റൈറ്റ് നൗ? അവളിപ്പോ ഉറങ്ങുകയാണോ? ആർ ദേ ഈറ്റിംഗ്? അവര് കഴിക്കുകയാണോ ഇപ്പോ? ഇനി ആർ യു സിംഗിങ്? നിങ്ങൾ പാടുവാണോ? അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ആണോ എന്ന് ചോദിക്കണമെങ്കിൽ ഈ ഈസാമാറിനെ ആദ്യം കൊടുക്കുക, സബ്ജക്റ്റ് കൊടുക്കുക, വേർബ് ing കൊടുക്കുക. ഇനി അവൾ പഠിക്കുകയല്ല എന്ന് നമ്മൾ പറഞ്ഞു. അവളിപ്പോ പഠിക്കുകയല്ല. ഷീ ഈസ് നോട്ട് സ്റ്റഡിങ്. പഠിക്കല്ലേ എന്നെങ്ങനെ ചോദിക്കും? ഈസിൻറ്റ് ഷീ സ്റ്റഡിങ്? പഠിക്കല്ലേ. ഈസിൻറ്റ് ഷീ സ്റ്റഡിയിങ്? ഈസ് നോട്ട് ഷീ സ്റ്റഡിയിങ്? പഠിക്കല്ലേ. ആർ നോട്ട് ദേ സിംഗിങ്? അവര് പാടുവല്ലേ? അല്ലേ. ക്ലിയർ ആയല്ലോ? അപ്പൊ ക്ലിയർ ആയല്ലോ? ആണ് എന്ന് പറയാൻ ഈസാമാർ വേർബ് ing, അല്ല എന്ന് പറയാൻ ഈസ് നോട്ട്, ആർ നോട്ട്, ആം നോട്ട് വേർബ് ing. ആണോ എന്ന് ചോദിക്കാൻ ഈസ്, ആം, ആർ ആദ്യം കൊടുക്കുക, സബ്ജക്റ്റ് വേർബ് ing. അല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കണം നമ്മൾ? ഈസ് നോട്ട്, ആം നോട്ട്, ആർ നോട്ട് ആദ്യം കൊടുക്കുക, സബ്ജക്റ്റ് വേർബ് ing. ക്ലിയർ ആയല്ലോ? ഇത് ഇനി ബാക്കി ടെൻസും കൂടെ പറഞ്ഞു തരാമെന്ന് ഞാൻ വിചാരിച്ചാൽ എന്ത് പറ്റുന്നു? ലെന്തായി പോവാം. അപ്പൊ നമുക്കിത് അടുത്തൊരു വീഡിയോയിൽ അതിന്റെ ബാക്കി ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും വളരെ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. പ്രസന്റ് ടെൻസിൽ, അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ചെയ്യാറുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ചെയ്യുകയാണ് എന്നാണ് വരുന്നത്. അപ്പൊ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് തെറ്റിപ്പോകരുത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സും ഇതേപോലെ തന്നെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കുക. നമ്മൾ ജൂലൈ 10-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, ലൈവ് ക്ലാസ്സുകൾ. താല്പര്യമുള്ളവർ എൻ്റെ നമ്പറിൽ വിളിക്കാം. ഇനി അതുമല്ല, ടൈമൊന്നുമില്ലാത്തവർക്ക് റെക്കോർഡഡ് ക്ലാസ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.